അയ്യോ സോറി വണ്ടി അറിയാം രണ്ട് വണ്ടി കൂടെ ഇല്ലെങ്കിൽ വെറുതെ സ്റ്റേഷനിൽ പോകും പോലീസ് സ്റ്റേഷനിൽ പോകും എന്താ വണ്ടി വണ്ടി നിന്റെ വണ്ടിയല്ലേ എന്തേ നോക്കില്ല Hi guys, I'm Faiz Ibrahim. Welcome back to my YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ എവിടെ നിൽക്കണം എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യേ. കമന്റ് വരട്ടെ, കമന്റുകൾ പോരട്ടെ. വേണമെങ്കിൽ വ്യൂ കാണിച്ചുതരാം. അത് വ്യൂ കണ്ടാ മനസ്സിലാവും, ചിലവർക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഗസ് ചെയ്യേ, കമന്റ്സ് വരട്ടെ. ഇന്നത്തെ വീഡിയോ ശരിക്കും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറഞ്ഞ വീഡിയോ ആണ്. തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടായിരിക്കും വ്ളോഗിൽ ഞാൻ ചാനലിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഇൻട്രോ എടുക്കുന്നത്. ഷർട്ടും ഗംഭീരമാണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് അയച്ചു തന്നതാണ്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, സെപ്റ്റംബർ 16 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അയച്ചു തന്നതാണ് ഈ കാണുന്ന കൂളിംഗ് ഗ്ലാസും ഈ കാണുന്ന ഷർട്ടും. ഒരുപാട് സന്തോഷം, താങ്ക് യു നമുക്ക് ഈ ഗിഫ്റ്റ് അയച്ചു തന്നതിന്. പിന്നെ കൂടാതെ വേറെ ഒരു ടീഷർട്ട്, യെല്ലോ ടീഷർട്ട് ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ വ്ളോഗിങ് ചാനലിൽ ഞാൻ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി കിടിലൻ സർപ്രൈസ് വരുന്നുണ്ട്. അത് വൈകാതെ തന്നെ നമ്മളെ ചാനലിൽ വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേ അല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. പോവാം. ചാവില്ലേ? ചാവി സ്റ്റാർട്ടാക്കാനാ. പോട്ടെ ഇതെന്റെ വണ്ടിയാ. ഇതിന്റെ വണ്ടിയല്ലേ? ഞാനിതോടെ ഇട്ട് പോയ സമയത്ത് മീനുണ്ടായിരുന്നില്ലല്ലോ. ഇതിലെന്താ മീൻ കയറ്റിട്ടിക്കണ്? ഞാൻ അവിടെ വണ്ടിയിൽ ഒന്നുകൂടെ വണ്ടി മാത്രമല്ല ഇട്ടുണ്ടാകുന്നല്ലോ. അയ്യോ KL 5835. എന്തേ എന്താ വണ്ടി? ഇതിന്റെ വണ്ടിയല്ലേ? അല്ല എന്റെ വണ്ടി. ഇതിന്റെ വണ്ടിയല്ല. അയ്യോ വണ്ടി മാറിയതാ. അതായിരിക്കും. എന്നാലും എന്റെ ഇത് കാണാനില്ലല്ലോ. ഏത് കാണാനോ? അടിച്ചു കയറുന്ന സാധനം കാണാനില്ല. ഏതാ വണ്ടി? ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നെ. KL നമ്പർ വണ്ടി ഏതാന്ന് നോക്കിയോ?
എടാ മാറിക്കോ ബാക്കി. എന്താ എന്താ എന്തേ നീ ഉദ്ദേശിക്കുന്നത് എന്തേ ഒന്നിറങ്ങി ഒന്നിറങ്ങി ചാടി ചാടി എന്തേ എന്താ ഏതെൻ്റെ വണ്ടി നോക്കിട്ടാ നിൽക്കട്ടാ എനിക്ക് വണ്ടി കണ്ട അറിയില്ല കോമഡി ഇങ്ങനെ കണ്ട അറിയില്ലേ ഹെൽമെറ്റ് കൊടുത്തിട്ട് പോണെങ്കിൽ അണ്ണല്ലേ അയ്യോ സോറി വണ്ടി അറിയാ രണ്ട് വണ്ടി കൂടെ ഇല്ലെങ്കിൽ വെറുതെ സ്റ്റേഷനിൽ പോകും പോലീസ് സ്റ്റേഷനിൽ പോകും എന്തേ ഇതിൻ്റെ വണ്ടിയല്ലേ ഈ തവിട് ഇതിന്റെ ചേട്ടന്റെ അയ്യോ ഇത് കളറാകെ മാറിയല്ലോ. സോറി ഇത് വെച്ച് നോക്കിയത് ഞാൻ എന്റെ വണ്ടി വിചാരിച്ചല്ലോ. എൻ്റെ വണ്ടി ഏതാ എന്റെ വണ്ടി ഇതാ. ഏതാണ് എന്റെ വണ്ടി ഇവിടെ പോ. എൻ്റെ വണ്ടി എവിടെ ഞാൻ എന്റെ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് പോയേ. എവിടേക്ക് പോയി എൻ്റെ വണ്ടി എവിടെ വെച്ച് എന്റെ വണ്ടി ഇവിടെ വെച്ച് എവിടെ വെച്ച് വണ്ടി കാണിച്ചേ നിന്റെ വണ്ടി കാണിച്ചേ ആദ്യം എന്താ എൻ്റെ വണ്ടി എവിടെ പറയും എന്റെ വണ്ടിയേ സത്യത്തില് എനിക്കൊരു വണ്ടി ഇല്ല. പിന്നെ എന്തിനാ നീ എൻ്റെ വണ്ടി ഒന്ന് കയറി എന്നിട്ട് നോക്കാമെന്നേ Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I pop off when I hear people say I cannot. I get off to the thought of proving everyone wrong, I won't stop to the top, so you better back off. എന്തേ പോവാന് വീട്ടിലേക്ക് പോവാൻ. ഹലോ ഇത് ചേട്ടന്റെ ഓട്ടോയാണോ? ഞാൻ ഇവിടെ ഒരു ഓട്ടോ നിർത്തിയിട്ടുണ്ടാന്നേ കാണാലല്ലോ. ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ ഓട്ടോ കൊടുത്ത് ഇവിടെ ഓട്ടോ കൊടുത്ത് ഓട്ടോ ഉണ്ടാവില്ലേ ഇവിടെ അവിടെ ഇല്ലല്ലോ നീ എവിടെ ഇത് പ്രൈവറ്റ് ഓട്ടോ അല്ല അല്ലേ? ഇത് വെച്ച് നോക്കും. ഇത് വെക്കുമ്പോ കളറ് ബ്ലാക്ക് പോലെ തോന്നി. സോറി വണ്ടിയായിട്ട് ഞാൻ ഇവിടെ ഓട്ടോ നിർത്തിയിട്ടേ ബസ്സിൽ പോയതാണേ. ഓട്ടോ അവിടെ ഒരു പാർക്കിൽ എവിടെ എപ്പോഴാ പോയത് രാവിലെ പോയതാ. ഇതിപ്പോ വരണ വഴിയാ അത് സ്വന്തം വണ്ടി നീ എന്നെ വിളിച്ചായിരുന്നു ചാവിയൊന്നും കൊണ്ടുപോയില്ലേ ചാവി ഞാൻ അതിമ്മ വെച്ച് പോയി. ഓട്ടോറിക്ഷ ആരും എടുത്തോണ്ട് പോലല്ലോ. വണ്ടിയാ ഓട്ടോറിക്ഷയാണോ ചേട്ടാ അത് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമാണ്. അവിടെ ഒരു ക്യാമറ ഉണ്ട്. ഇതെന്ത് സംഭവം വെച്ചാലേ ഇപ്പോൾ നമ്മളെ നാട്ടില് ഒരുപാട് വണ്ടി മോഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ. ഒരു 10-20% ഇങ്ങനെ മോഷണങ്ങൾ നടക്കുന്നത് വാഹനങ്ങളിൽ ചാവി വെച്ച് പോകുന്നത് കൊണ്ടാണ്. ഇനിയിപ്പോൾ ചേട്ടൻ്റെ വണ്ടിയുടെ മുകളിൽ ചാവി വെച്ച് പോയതിനല്ല പറയുന്നത്. ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് വെച്ചോണ്ട് കുഴപ്പമില്ല. പക്ഷേ ബൈക്കുകൾ അതുപോലെ പല വാഹനങ്ങളിലും ചാവി വെച്ചിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഇത് ഒരു അവയർനെസ് വീഡിയോ പോലെയാണ്. അത് കണ്ടോ അവിടെ ഒരു ക്യാമറ ഉണ്ട്. ചേട്ടന്മാരെ ഒരു ഹായ് പറഞ്ഞോ. ഹായ്. കണ്ടോ കയ്യിലൊരു ക്യാമറ ഉണ്ട്. ഹായ്. എന്താ പേര്? എന്റെ പേര് സുധാകരൻ. സുധാകരൻ. ഇവിടെ ഓട്ടോ ഓടിക്കുക തന്നെയാണ് അല്ലേ? എവിടെയോ? പേരെന്താ? മണികണ്ഠൻ. ഓട്ടോ എത്ര കാലമായി ഇവിടെ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 10-20 കൊല്ലായി. വിഷ്ണുദാസ്. ഞാനൊരു ഓഫർ തരാണ് ചേട്ടന്മാർക്ക്. ഈ കടയിൽ നിന്ന് ചേട്ടന്മാർക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോ. എന്താ വാങ്ങിച്ചോ? ഒന്നും വേണ്ട, വാങ്ങിച്ചോ. എനിക്ക് അപ്സെറ്റ് ആയി കേട്ടോ. കാരണം നീ ഇപ്പോ ഇത്രയും ഇതായിട്ട് പെട്ടെന്ന് വന്ന് വണ്ടി കയറി ഇരുന്നപ്പോഴേ ഈ വണ്ടി
ഞാൻ വിചാരിച്ചു നീ വേറെ വല്ല കഴിച്ചിട്ടാണോ ഇനിയിപ്പോ എന്താ നടക്കുക അങ്ങനെ ഒരു മെമ്മറി. കാരണം നമുക്ക് ഈ ഗ്ലാസ് ഇടുന്ന സമയത്ത് ഇത് കറുത്ത കളറാണ് അവിടെ നിർത്തിയിട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് കൺഫ്യൂഷനായി. അതാ ഓക്കെ, നമ്മള് ഒരു ഓഫർ തരാണ്. ചേട്ടന്മാർക്ക് ഇവിടുന്ന് എന്ത് വേണേലും കഴിക്കാം, ഞാൻ പൈസ കൊടുക്കും. എന്താ വെച്ചാൽ കഴിച്ചോ. രാവിലെ വൈകുന്നേരം ചായ കുടിച്ചോ? കുടിച്ചിട്ടില്ല. കുടിച്ചോ? കുടിച്ചോ? കുടിക്കാറില്ല. ചായ അല്ലേ? സന്തോഷം, നീ പറഞ്ഞല്ലോ വന്നാലും. പക്ഷെ ഇങ്ങനെ വന്നിരുന്ന് തമാശക്ക് വന്നിരുന്ന് അങ്ങനെ ആണെന്ന് ഞാൻ വിചാരിച്ചത് ആദ്യം. അതെ, ഇതാണ് സംഭവം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? അറിയില്ലല്ലോ. പരിപാടി കാണാറുണ്ടോ യൂട്യൂബില്? തീർച്ചയായിട്ടും. മുമ്പൊക്കെ കൊറോണ കഴിഞ്ഞതിന് ശേഷം കാണാറില്ല അല്ലെ? മെമ്മറി കാണാറില്ല. മറ്റേതൊക്കെ ഭയങ്കര തിരിച്ച് അത്രയും ഇതായിട്ടൊക്കെ കണ്ടിട്ടില്ല. പിന്നെ പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചെന്താ വെച്ചാല് യാദൃശ്യമായിട്ട് നമ്മൾ യാത്ര പോയി വന്നാല്, ഇങ്ങനെ ഓരോ യാത്ര പോയി വന്നാല് പെട്ടെന്ന് നമ്മള് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ആകെ ഒന്ന് തരതിരിച്ചിൽ തോന്നും ചിലവർക്ക്. ഞാൻ പറയണായിട്ടുണ്ട്, ഞാനും പറയണായിട്ടുണ്ട്. നമ്മള് വടക്കാഞ്ചി തൊട്ടല്ല നമ്മള് ബസ് ഇറങ്ങിയത്, എന്തൊരു ആകൊരു ഓണം പോലെയില്ലോ എന്നിങ്ങനെ പെണ്ണുങ്ങൾ പറയാറുണ്ട്, നമ്മള് വലിയ ആണുങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഈ മോന അങ്ങനെ വരുന്ന ആയുധാവോ അന്ന് വണ്ടിയിൽ കയറിയിരുന്നു സ്റ്റാർട്ട് ചെയ്യാനാ നോക്കണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ മോനോട് എന്തായി എന്താ ഇവിടെ പോവാണ്. അപ്പൊ എന്തായാലും റിയാക്ഷൻസ് അടിപൊളിയായി. നമ്മൾ ഈ ഒരു ഇതിനെ പറ്റിയിട്ട് കൺസെപ്റ്റിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഈ ഒരു അവയർനെസ്സിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഇങ്ങനത്തെ സന്ദർഭമാണ് വെച്ചെങ്കിൽ നല്ലൊരു അഭിപ്രായം തന്നെയാണ്. താങ്ക് യു. ഓക്കെ, ശരി കേട്ടോ. ശരി ശരി. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു പ്രാങ്ക് വീഡിയോ ആണ്. ക്യാമറയുടെ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും? അറിയില്ല. ഒന്ന് നോക്കി നോക്ക്, എവിടെയെന്ന് ഒന്ന് ചുറ്റും നോക്കിയിട്ട് കണ്ടുപിടിക്കും. ഒരു ഹായ് പറഞ്ഞു. എന്തായിരുന്നു പെട്ടെന്ന് വന്ന് വണ്ടിയിൽ കയറി? വണ്ടി കയറിയപ്പോ നമ്മള് റിയാക്ഷൻ ആരായാലും പെട്ടെന്ന് വണ്ടിയിനകത്ത് കയറുമ്പോ നമ്മള് ശ്രദ്ധിക്കല്ലേ. മേടിച്ചോ? മൊബൈലും സാധനങ്ങളും കാശ് കഴിക്കണതല്ലേ. ഓക്കെ, എവിടെ വീട്? ഇവിടെ അടുത്തന്നെ, ഒറ്റപ്പാലത്ത് തന്നെ. ഓക്കെ, നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര് ഫായിസ് ഇബ്രാഹിം എന്നാണ്. നോക്കണം. വീട്ടില് പിള്ളേരേതൊക്കെ ഫോൺ ഉണ്ടാവില്ലേ? നോക്കണം. ഇക്കട ചെറിയൊരു ഫോൺ മേടിക്കണ്ട. ഇതേ യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമാണ് കേട്ടോ. യൂട്യൂബ് ചാനലിന്റെ ഒരു ചെറിയൊരു പ്രോഗ്രാമാണ്. പെട്ടെന്ന് എന്തായിരുന്നു ഒരു റിയാക്ഷൻ? റിയാക്ഷൻ വണ്ടിയിട്ട് പോകാണ്ട് ഞാൻ ചായ ഓക്കെ, ശരി. ഓക്കെ ഏട്ടാ, പേടിക്കണ്ട. നമ്മളെ ചാനലിന്റെ ഒരു പ്രോഗ്രാമാണ്. ക്യാമറ എവിടെ വെച്ച് എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ചാനലൊക്കെ പറഞ്ഞിട്ട് അവിടെ ചിലപ്പോ പിടിക്കണോ പറഞ്ഞിട്ട് ആൾക്കാരൊന്നും അടിക്കില്ലേ? പേടിക്കേണ്ടത് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഒരു ചെറിയൊരു പ്രോഗ്രാമാണ്. ഇക്കാളെ പേരെന്താണ്? കണ്ടില്ലെങ്കിൽ ചാനലിന്റെ കാര്യം പറയില്ല, വണ്ടിയായിട്ട് പോകില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, പേടിക്കേണ്ട. ഇത് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമാണ്. എന്തായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോ? വണ്ടി തെറ്റിയതെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചത് വണ്ടി എടുത്ത് മുട്ടയും കണ്ടിട്ട് പിന്നെ അടുത്ത് പോകുമ്പോ പിന്നെ സംശയം അത് എടുത്ത് കൊണ്ടുപോകണം സംശയം. പോലീസ് സ്റ്റേഷനിൽ പോണാ? വണ്ടിയായിട്ട് പോയാൽ വണ്ടിയാണ് തല്ലിപ്പൊളിയാണ്. അത് പോയാൽ എത്രയേ ഇട്ടുള്ളൂ. ഇതിന്റെ പോലെ മുട്ടരിക്കുന്നുണ്ട്, ഹോട്ടലിക്ക് സാധനം കൊണ്ടാണ്ട് ക്യാപ്സിക്കരിക്കുന്നുണ്ട്. അത് എന്നിട്ട് തൊപ്പി വെച്ചിട്ട് പോകണമെന്നില്ല. ആദ്യം വണ്ടി തെറ്റിട്ട് കയറിയതാണ്. നമ്മളതൊരു അവയർനെസ് പോലെ വണ്ടി ചാവി വെച്ച് പോകാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയില് മനസ്സിലായത് പറയാനുള്ളത്. നിങ്ങൾ റൈഡേഴ്സ് ആണ്. ഈ കടയിലേക്ക് കയറാൻ വേണ്ടിട്ട് വെച്ചാണ്. ഓക്കെ, അപ്പൊ സമ്മാനങ്ങളൊന്നും ഇല്ല അല്ലേ? സമ്മാനങ്ങൾ തരാലോ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഈ കടയിൽ നിന്ന് എന്താ വെച്ചാൽ വാങ്ങിച്ചോ, ഞാൻ കൊടുക്കാം. എന്താ വേണ്ടത്? ഹോട്ടലിലേക്കാ? എന്തേലും വീട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ, ഞാൻ കൊടുക്കാം. ഒന്നും വേണ്ട. ഞാൻ ഒരു ഓഫർ തരാണ്. ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. ഓക്കെ, ഒരു ഹായ് പറയും. ഓക്കെ കേട്ടാ, ശരി. ഇത് നമ്മളുടെ ചാനലിന്റെ ചെറിയൊരു പ്രോഗ്രാമാണ് കേട്ടോ. എവിടെ പ്രോഗ്രാം? ക്യാമറ ഇവിടെ വെച്ചെന്ന് ഗസ് ചെയ്യാൻ പറ്റും? ക്യാമറ ഇവിടെ വെച്ച് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പറയും. അവിടെ ഒരു ക്യാമറ ഉണ്ട്. എവിടെ? ഓക്കെ ഓക്കെ. പ്രാങ്ക് കൂടിയാണ്. ഫായിസ് ഇബ്രാഹിം ആണ് യൂട്യൂബ് ചാനലിൽ. കുഴപ്പമില്ല, നല്ല കാര്യം. എന്തായാലും ഞങ്ങൾക്കൊരു പാടായി. പ്രചോദനം കൊടുക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ആയിക്കോട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ചാവി വണ്ടിമ വെച്ച് പോകാൻ പാടില്ല എന്നൊരു പ്രചോദനം. ഒരു ഹായ് പറഞ്ഞു. ഹായ്.
നമ്മള് ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതേ വീഡിയോ തന്നെയാണ്. അപ്പൊ അതിൽ കുറെ പേര് നമുക്ക് കമന്റ് രൂപത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് വേണമെന്ന്. അപ്പൊ ഇന്ന് കിട്ടി. ഇന്ന് ചേട്ടനല്ല, കുറച്ച് മുന്നേ 2-3 പേരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു പെട്ടെന്ന് ഞാൻ വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ ഒരു റിയാക്ഷൻ പറ. റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വണ്ടി മിസ്സായി ഞാൻ എന്താ ചെയ്യാ? ഇല്ല, ഞാൻ ഇവിടെ കിടന്ന് കണ്ടിട്ട് വരും. വണ്ടി മോഷ്ടാവാണെന്ന് വിചാരിച്ചോ? തീർച്ചയായും ഞാനതാണ് കറക്റ്റായിട്ട് നിന്റെ വണ്ടി എവിടെയെന്ന് ഞാൻ ചോദിച്ചത്. ഈ 99% വണ്ടി മോഷണം വരുന്നത് ചാവി ചോദിച്ചാ വെച്ചിട്ട് ആ വണ്ടി എടുത്തിട്ട് അവരെ പോകും. നമ്മൾ തിരിഞ്ഞു നോക്കുന്ന വണ്ടി എത്തും. അതെ, ഇതിപ്പോ ഞാനിപ്പോ വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് ഞാൻ വണ്ടി എടുത്ത് പോയില്ല, ഞാൻ വണ്ടിയുടെ മുകളിൽ കയറി ഇരിക്കുകയാണ് ചെയ്തത്. എല്ലാം മോഷ്ടിക്കുന്ന ഒരാള് ഇപ്പൊ വണ്ടി അങ്ങോട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ എങ്ങടെ പോയി? ഒരു രക്ഷയില്ല. ഈ ബുള്ളറ്റ് പോലുള്ള വണ്ടികൾ വയറ് കട്ടിച്ചാൽ മതി. പക്ഷെ ഇങ്ങനത്തെ വണ്ടികൾ കിറ്റ് തച്ച് പൊളിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ചാവി ഒരിക്കലും വെച്ച് കരുത്. മനസ്സിലായി. ഞങ്ങളൊരു ചാനലിന്റെ പരിപാടിയാണ്. നമ്മുടെ മിസ്റ്റർ കുട്ടേട്ടാ, ഇപ്പൊ ഈ ഒരു സമയത്ത് ഒരുപാട് വണ്ടികൾ മോഷണം നടക്കുന്ന ഒരു സമയമാണ്. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ മോഷണം നടക്കുന്നത്? വണ്ടികൾ നടക്കുന്നത് ആളുകള് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ വണ്ടിയുടെ മുകളിൽ ചാവി വെച്ച് പോകുമ്പോ ഒരു ശതമാനത്തോളം അത്തരത്തില് മോഷണം നടക്കുന്നില്ലേ? അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ലക്ഷ്യപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുകയാണ്. വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെയല്ലേ നമ്മളെ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ തൊട്ടടുത്തായിരുന്ന ബെല്ലേക്ക് കൂടി അമർത്തണം. എന്താ പറയാ, സർപ്രൈസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സാധാരണ ഉള്ളതിൽ നിന്ന് ലുക്കിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇങ്ങനെ ഒരു ലുക്കിൽ ഇതുവരെ വീഡിയോസ് ഒരു മുണ്ട് ഒരു സ്ട്രൈപ്പുള്ള ബ്ലാക്ക് ഷർട്ടാണ് ഫായ്സിന്റെ ഇതുവരെ ഞാൻ വ്ളോഗിൽ ഇങ്ങനെ വന്നിട്ടില്ല. അത് ഇങ്ങനെ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് അയച്ചതിൽ നമ്മൾ അറിയുന്നത്. അപ്പോൾ താങ്ക് യു. നമുക്ക് ഗിഫ്റ്റ് അയച്ചതിന് 2 പേര് നമുക്ക് ഗിഫ്റ്റ് അയച്ച്, ഒന്ന് ഈ കൂളിംഗ് ഗ്ലാസ് ഈ ഷർട്ട് ഒരാൾ ഗിഫ്റ്റ് അയച്ച്, കൂടാതെ ഒരു യെല്ലോ ടീഷർട്ട് വേറൊരാൾ ഗിഫ്റ്റ് അയച്ചു തന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. കീപ് സപ്പോർട്ടിങ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനും കിടിലൻ പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പീസ്.